ആന്ധ്രാപ്രദേശിൽ ഫുൾ ബ്ലോക്ക് ആക്കി ഇട്ടേക്കാണ്. സന്തോഷോർജനങ്ങൾ കുറച്ച് ഇതുണ്ട് ഇവിടെ ടോയ്ലറ്റിന്റെ പൈപ്പ് വന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുവാണ്. നമ്മൾ ചെന്നൈയിൽ നിന്ന് പോകുന്നു, തമിഴ്നാട് കഴിയാൻ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇതിനു മുമ്പത്തെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞത്. ഇപ്പൊ നിലവിൽ നമ്മള് ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ എന്താ പറയണേ, ആന്ധ്രാപ്രദേശിലെ കുറേ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങള് എന്നുവെച്ചാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തൊരു മല മാത്രമേ കാണുള്ളൂ. അങ്ങനെ വിശാലമായി കിടക്കണേ ഫുള്ള് പുല്ലാട്ടോ, തരിശുഭൂമി ഒന്നല്ല, പുല്ലൊക്കെ ആയിട്ട് നല്ല ശേല കണ്ടു. ഇങ്ങനെ ഒരു പശുവിന് നല്ല തിന്നണ പശുവിനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നിന്ന് തിന്നോളൂ, അങ്ങനെ പുല്ല് കിടക്കണേ സീൻസ് അല്ല, അടിപൊളിയാണ്. റോഡാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡൊക്കെ ഇതൊക്കെയാണ് കണ്ടീഷൻ. ഏറ്റവും കുറഞ്ഞ റോഡൊക്കെ ആയിരിക്കും ഇതൊക്കെ കേട്ടോ, 2-4 പാത ഇവിടുത്തെ. ഇത്ര സെറ്റപ്പായിട്ട് നടുക്ക് തിരിച്ചു മുമ്പ് പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുല്ലുകളൊക്കെ അതൊക്കെ അതുപോലെ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. സെൻട്രൽ അടിപൊളി റോഡ്, 4 പാത. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറേയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ്. ഇവിടെ കുറേ ട്രക്ക് അതൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഇത് കണ്ടോ, മറ്റേ ഹിറ്റാച്ചിക്കില്ല അതിൻ്റെയൊക്കെ എന്തോ മാനുഫാക്ചറിങ് സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കാറ്റ് ബോട്ട് എന്നൊക്കെ പറഞ്ഞ ഹിറ്റാച്ചിക്കില്ല അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്, അതന്നെ സോറി ബോട്ട് കാറ്റ്, അത് ബോബ് കാറ്റ് അല്ല, അതിൻ്റെ ബോബ് കാറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ് സ്പേസ് ഒക്കെ അവിടെ ഇച്ചിരി മുമ്പ് കണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിലായിരുന്നു തോന്നുന്നു, ആ ബോർഡർ സൈഡിലായിട്ട്. പിന്നെ ആന്ധ്രാപ്രദേശിലെ വിശേഷങ്ങളുമായി കാണാം. നമ്മൾ ആന്ധ്രാപ്രദേശിൽ ഫുൾ ബ്ലോക്ക് ആക്കി ഇട്ടേക്കാണ്. ടോൾ ബ്ലോക്ക് ആക്കി. ഇവിടെ നമ്മള് ആ ഒരു പ്രശ്നം പറഞ്ഞില്ലായിരുന്നു നേരത്തെ, അതിന്റെ എന്തോ വീണ്ടും പ്രശ്നം അടിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പൊ അത് കാരണം ഇവിടെ ഫുള്ള് ചെക്ക് ഓപ്പൺ കറോ ഹം ഉധർ. എന്റെ ആളി എന്നെ ശേലാലേ കാണാൻ, അടിപൊളി കേട്ടോ. നമ്മുടെ ഒരു സൈഡില് സൂര്യൻ, ഫ്രണ്ടില് അടിപൊളി ഹൈവേ. ഇവിടെ ചെക്കന്മാരൊപ്പം വർത്താനം പറഞ്ഞ സീനല്ലേ. ഫ്രണ്ടിൽ ഇങ്ങനെ 10-20 ദിവസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, എന്തെങ്കിലും ചെയ്തോന്നും പറഞ്ഞോണ്ട് ഒരു വണ്ടി. എന്നല്ലേ തമാശ പറയല്ലേ, അടിപൊളിയല്ലേ. അതെ, അല്ലാണ്ട് അല്ലെങ്കിൽ ഈ ഡ്രൈവും ഈ സംഭവമൊക്കെ അല്ലേ ശരിക്കും ഏറ്റവും സെറ്റപ്പ്. ശരിക്കും നീ ഇപ്പൊ ചെന്നൈ പോയിട്ട് എന്നാ അതിന് മാത്രം കണ്ടോ? ചുമ്മാ ഒരു ബീച്ച് കണ്ടു, നമ്മുടെ അവിടെ ഉണ്ടല്ലോ ബീച്ചൊക്കെ കണ്ടോ, അത്രയുള്ള സംഭവം. ആ ബിൽഡിംഗ് ഒക്കെ എന്നെ ശേല അതിന്റെ ഇടയ്ക്ക് ഇരിക്കണ അത്രയും പച്ചപ്പിന്റെ ഇടയ്ക്ക് ഒറ്റ വൈറ്റ് ബിൽഡിങ്. അപ്പുറം ഡാം എന്തോ തോന്നുന്നു അങ്ങേറ്റം. അത് തന്നെ പൾസ് ഓഫ് ഇന്ത്യ. മറ്റേ സന്തോഷോർജനങ്ങൾ ജോർജ് കുളങ്ങര പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുടെ ലൈഫിൽ ഏതിലും ഒരു രാജ്യം മാത്രമാണ് കാണാൻ തീരുമാനിക്കണമെങ്കിൽ ഇന്ത്യ ആണെന്ന് പറഞ്ഞില്ലേ. അതുവരെ ഒരു ദിവസം വണ്ടിയായിട്ട് ഇറങ്ങാം. എൻ്റെ പിന്നെ സൂപ്പർ ആട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടി ഇങ്ങനെ കമ്പനി അടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഈ ഡ്രൈവ് അതിനകത്ത് ശരിക്കും ഏറ്റവും എക്സ്പീരിയൻസ്. ഇപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ഈ റോഡില്ലേ, സാധാ റോഡിൻ്റെ സൈഡിലത്തെ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വലിയ മാർക്കറ്റ് അതിൽ വിട്ടുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ മുകളിൽ റൂഫ് ഒന്നുമില്ല, ജസ്റ്റ് ഇതിനൊക്കെ കൊള്ളാത്ത റോഡാട്ടോ, അപ്പുറത്തെ സൈഡിലെ റോഡാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് ജസ്റ്റ് വിറ്റുകൊണ്ടിരിക്കുക സംഭവം. എന്നുവെച്ചാൽ ഇവിടുത്തെ ജീവിതം ആ ഒരു എന്നുവെച്ചാൽ ഇവിടുത്തെ മാർക്കറ്റ് അതാ. നമ്മുടെ ആ മാർക്കറ്റും ഈ മാർക്കറ്റും വെച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാടും ഇവിടുത്തെ നാടും, നമ്മുടെ ജീവിതവും ഇവിടുത്തെ ജീവിതവും, ഇവിടുത്തെ ആളുകളും അവിടുത്തെ ആളുകളും, അവരുടെ സ്വഭാവം ഇവരുടെ സ്വഭാവം, അവരുടെ സംസാരം ഇവരുടെ സംസാരവും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഈ ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിനകത്തൊന്നും ഇപ്പോൾ താജ്മഹൽ കാണാൻ പോയി, താജ്മഹൽ കണ്ടു, അത് കണ്ട് ഇഷ്ടം പോലെ കണ്ട സാധനം കണ്ടു. ആ ഒരു സെറ്റപ്പ് മാത്രമല്ല, ഈ ഒരു കൾച്ചർ കമ്പയർസണില്ല, ആ സാധനമാണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് പീക്കിൽ നിൽക്കുന്ന സംഭവം എന്താ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഐ മീൻ ഈ യാത്ര ഏറ്റവും വലിയൊരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, ശരിയാണോ? അല്ലാണ്ട് ഇപ്പൊ ഒരു അത് തന്നെ, അല്ലാണ്ട് ഇപ്പൊ ഒരു പറക്കല്ലേ, അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ എന്താ കുത്തക് മിനാറുണ്ട്, താജ്മഹലുണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ട് മടുത്തിറങ്ങുന്ന ഫോട്ടോയിലാണേലും. പക്ഷെ അതൊന്നും കാണാണ്ട് യഥാർത്ഥ ലൈഫ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് അതിനകത്ത് വ്യത്യാസങ്ങൾ കാണുമ്പോൾ ശരിക്കും യാത്രയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് തന്നെ ഇന്ത്യയുടെ സോള് തൊട്ടറിയാൻ പറ്റിയ
ഇങ്ങനത്തെ ഇതൊക്കെ അവിടെ ഇതൊക്കെ ഇവിടുത്തെ എന്തോ ഒരു മാർക്കറ്റാന്ന് തോന്നൂല അത്. ആ കണ്ട അങ്ങനത്തെ ഒക്കെ മാർക്കറ്റ് നമുക്ക് നമ്മുടെ അവിടെയൊക്കെ കണ്ടിട്ടില്ല നമ്മള്. നമ്മുടെ അവിടെയൊക്കെ എന്ത് മാർക്കറ്റിലും മുകളിലൊരു ഷെഡെങ്കിലും ഇല്ലേ? ഇവിടെ അതൊന്നും ഇല്ല. ചുമ്മാ ഓപ്പൺ സ്പേസിൽ സാധനം കൊണ്ടിട്ട്. ഇത് പിന്നെ ഒരു കാര്യം ഉണ്ടോ, നമ്മുടെ അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇവിടെ വിൽക്കണത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇട്ട് വിൽക്കുന്നത്. ഇവിടെ ഒരു ചിലപ്പോൾ കർഷകർ നേരിട്ട് പറിച്ച് ഇവിടെ കൊണ്ടുപോയി വിറ്റേക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും മേ ബി. അപ്പം അതൊക്കെ അങ്ങനെ ആ ഒരു കമ്പാരിസൺ അറിയാൻ വേണ്ടി ഇങ്ങനെ വണ്ടി എടുത്തോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ലാത്ത കുറേ ലോക്കൽ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു പഴയ ആ ഒരു സാധനമില്ലേ, ആ സാധനം കാണാൻ വേണ്ടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. ടൈമൊക്കെ ഉണ്ടെങ്കിൽ പറ്റണവരൊക്കെ ഇറങ്ങി കാണും. പൈസ നമ്മൾ നോക്കിയിട്ടില്ല. പൈസ ഇപ്പോൾ കൊറോണ വന്നപ്പോൾ പൈസക്ക് വല്ല വാല്യൂ ഉണ്ടായിരുന്നോ? പൈസ എന്ന് പറഞ്ഞാൽ വെറും പേപ്പറാന്ന് മനസ്സിലാക്കിയ സമയമല്ലേ കൊറോണ സമയമൊക്കെ. അതുപോലെ പൈസയൊക്കെ നോക്കാണ്ട് എടുത്ത് പൊട്ടിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഗൈസ്, ഇവിടെ നമുക്കൊരു ആന്ധ്രാപ്രദേശ് ഒതന്റിക് കട കിട്ടിയിട്ടുണ്ട്. Look the vibe, bro. അതെ, ഗ്രാമത്തിന്റെ നടുക്കാണ് ഉദ്ദേശിച്ചത്. ഗ്രാമത്തിന്റെ നടുക്കുള്ളൊരു വൈബാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നോക്കാം, കിട്ടുമോ നോക്കാം. ഒരു ചെറിയൊരു ഇതിങ്ങനെ ഒരു മെയിൻ റോഡിന്റെ സൈഡിലുള്ളൊരു സിറ്റിയാ. അവിടെയൊക്കെ അടിപൊളി കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റൈലിലൊരു കടയുണ്ട്. ഇവിടെ കയറാൻ പറ്റില്ല നോക്കട്ടെ. ഓ നൈസ് വ്യൂ ബ്രോ. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ എന്നെ അങ്ങന്ന്. ഞാൻ ചേട്ടാ ഒന്ന് ടീ ആണ് നോക്കാം. ടീ തന്നെ എല്ലായിടത്തും ഒരുപോലെ അല്ലേ? ചൂടില്ലേണ്ടല്ലോ, ഒറ്റ വലിക്ക് ഉള്ള അകത്താക്കാം. അത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ ഇവിടെ സാധനത്തിന്. നല്ല ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ? ആ, നീ കാപ്പിയല്ല എടുത്തേ. ഇതിന് സാധാ ചായ ഒരു വ്യത്യാസം തോന്നുന്നു, പക്ഷെ നല്ലൊരു വ്യത്യാസം. ചായയുടെ റിവ്യൂ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ. ഞങ്ങളിപ്പോൾ വിജയവാഡ റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിജയവാഡ എത്താൻ ഒരു 12 മണിയൊക്കെ ആവും, രാത്രി 12 മണിയൊക്കെ ആവുമെന്നാണ് കാട്ടണത്. ഇപ്പം നിലവിൽ സമയം 7:30 ആവണേ ഉള്ളൂ. ഞങ്ങളവിടെ എത്തിക്കുമോയെന്ന് അറിയില്ല. ചിലപ്പോൾ എത്തും, അല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെയെങ്കിലും റൂം കണ്ടു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കയറും. അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഇപ്പം നിലവിൽ നിൽക്കണേ. ഇവിടെയൊക്കെ ഫുള്ള് ട്രക്കൊക്കെ പോയി, ഫുൾ ട്രക്കുകളും ഇങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ ഈ റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കണേ. ഇവിടെ വന്ന് മാങ്ങയൊക്കെ നല്ല റോഡ് സൈഡിൽ ഇട്ടിരിക്കണേ. നോക്കാൻ പറ്റാണോ? അപ്പം നല്ലതാണെങ്കിൽ വാങ്ങാം. ഇവിടെ എണ്ണം കിടന്ന് ഉറങ്ങണ്ട കേട്ടോ. നൈസ്, നല്ല രസമുണ്ട് കേട്ടോ. അടക്കി വെച്ചാൽ എൻ്റെ അള്ള, ഇത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്? ഇവിടെ തമിഴോ? നീ ഉണ്ട് തമിഴ് പറഞ്ഞിട്ട് മനസ്സിലായോ? കട്ടെന്ന് പറഞ്ഞോണ്ട് മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലാവില്ല ലോകത്ത്. അതൊക്കെ ഇവിടെ നടക്കുള്ളൂ. എന്റെ അല്ലോ ഇത് രക്ഷയില്ലല്ലോ. ഇവർക്ക് ഹിന്ദി വലിയ കാര്യമായിട്ട് അറിയോ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. തെലുങ്ക് പഠിക്കേണ്ട വരുമോ ചോദിച്ചോക്ക്. തമിഴൊന്നും അറിയില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പോകുന്നു ഇപ്പൊ. ഓക്കെ, 1 കിലോ. ആ, ടോട്ടൽ 1 കിലോ അല്ലേ? ഇതിന് എത്രയാന്ന് ചോദിക്കണേ? തെലുങ്കു. ഇംഗ്ലീഷ് അറിയോ? അത് വന്നിട്ടാണ് ഈ പാടുവിട്ടത്. ഞങ്ങള് ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ വന്ന എനിക്ക് ജസ്റ്റ് ഒരു മാങ്ങയൊക്കെ ഒരുപാട് വിൽക്കണുണ്ടോ, അപ്പൊ ജസ്റ്റ് കയറി കഴിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും പോലെ. അപ്പൊ ചുമ്മാ ചവച്ചോണ്ട് പോകാൻ വേണ്ടി. അപ്പൊ ഇവിടെ വന്നപ്പോ തമിഴും ഹിന്ദിയും പറഞ്ഞിട്ട് എന്ത് ടേക്കുള്ള ആ ടേക്കിലായിട്ട് വെറുതെ
കട്ടൊന്നും കട്ട് ചെയ്ത് തരും അങ്ങനെയൊക്കെ ചോദിച്ച് എങ്ങനെയാണ്ടൊക്കെ ചോദിച്ചാൽ ആക്കിയിരുന്നതാണ്. അതുപോലെ പച്ച പഴുത്തത് അതൊക്കെ എന്താ കച്ച അങ്ങനെ കണ്ടൊക്കെ ഇവർ പറയണേ. കച്ചാന്ന് കണ്ടതാണ് പച്ചക്ക് ഇവർ പറയണേ. കച്ച ഈ കച്ചമാങ്കോ എന്ന് പറഞ്ഞ ഒരു മിഠായില്ല നമ്മളിവിടെ. ആ സാധനം ആ വേട് ഇതിനകത്തുനിന്നുണ്ടായതാന്ന് എനിക്ക് പറയട്ടോ. ആ കച്ചാന്ന് വെച്ചാൽ പച്ചാന്ന് കണ്ടതാണ്. പഴത്തിന് തന്നെ അവർ പറഞ്ഞേ, പഴത്തിന് വേറെ എന്തോ പേര് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ലാംഗ്വേജ് സീനാവുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾ നിൽക്കൊള്ളാത്തോട്ട് വലിയ വിഷയം ഉണ്ടാവില്ല. പെട്ടെന്ന് മുകളിലേക്ക് കയറില്ലേ. ഹിന്ദിയൊക്കെ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെയാണ്. എന്നാലും അവർക്ക് ബേസിക് ഹിന്ദി അറിയായിരിക്കൂടാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒഡീഷയിലൊക്കെ ഹിന്ദി അല്ലേലും ഒഡിയൻ ഭാഷ ഒഡിയ ഭാഷ ഏതോ വേറെ ലാംഗ്വേജാണ്. പക്ഷെ എന്നാലും ഹിന്ദിയൊക്കെ നമുക്ക് അവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നതാണ്. ഒരു ബേസ് ഉണ്ടാവില്ല അതിൻ്റെ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ആണ് ഇച്ചിരി വിഷയം വരുള്ളൂ എന്ന് തോന്നുന്നു. തെലുങ്കല്ലേ, അതെങ്ങനെയും ഡീൽ ചെയ്യണം. ഒരുപാട് കറങ്ങാനില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും മാങ്ങ വെച്ചിട്ടുണ്ട്. മാങ്ങ വെച്ചടാ. ഒരു പച്ചയും മേടിച്ചിട്ടുണ്ട്, 2 പഴുത്തവും മേടിച്ചിട്ടുണ്ട്. ചുമ്മാ ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യുമല്ലേ, കഴിച്ച് പോ. ഞങ്ങൾ മാങ്ങ വാങ്ങിയില്ല, അത് ജസ്റ്റ് ഇവിടെ കത്തി തലക്കൊള്ളല്ലേ, കത്തി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം മാങ്ങ ജസ്റ്റ് ചെത്തി പീസാക്കി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പോവാ. എങ്ങനെയുണ്ടാ, കൊള്ളൂലേ? നല്ലതാണോ? അതേ കൊള്ളൂലേ? നല്ല നമ്മുടെ നീലമാങ്ങയുടെ ടേസ്റ്റ്. ഭയങ്കര മധുരമല്ല, ഒരു ചെറിയ പച്ചവെള്ളച്ചോയ ഉണ്ട്, പക്ഷെ എന്നാലും മധുരമുണ്ട് നൈസായിട്ട്. ഗൈസ്, നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിൽ വന്നപ്പോഴും നമ്മൾ ചെന്നൈ കണ്ട ബിലാലില്ലേ, ആ സെയിം കടയാന്ന് തോന്നുന്നു. ഫോണ്ടൊക്കെ കണ്ടിട്ട് ആ കട നമ്മൾ ബൈപ്പാസിൽ നാഷണൽ ഹൈവേയിൽ വെച്ച് കണ്ടുമുട്ടി. സെയിം കട. അപ്പം നല്ല ഫുഡായിരുന്നു അവരുടെ ചെന്നൈയിലെ. അപ്പം ആ ഫുഡ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി ഡിന്നർ കഴിക്കാൻ കയറുക. എന്തായാലും നോക്കാം, ബിരിയാണിയോ എന്തെങ്കിലും സാധനം നോക്കണം. എന്താ ഉള്ളത് നോക്കിയിട്ട് കഴിക്കാമെന്ന് ഓർത്തായിരുന്നു. എന്നെ നോക്കിക്കണേ, കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പുള്ളി. ഞങ്ങളുടെ വണ്ടി ആകെ പൊടിയടിച്ചു ഗൈസ്. എടാ വണ്ടി കഴിയണ്ട നമുക്കൊന്ന്. ആ ഓക്കെ ഫൈൻ, എന്തായാലും കഴിക്കാം. ചിന്ന എന്നെ മെനു എങ്ങനെയുണ്ട്? വല്ല നടപടി ഉണ്ടോ? ബിലാൽക്ക എന്നാ പറയണേ? ബിലാലിക്ക നാളെ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ. ആ ഇവിടെ ബിലാലിനും ഇസ്മായിലിനും പറഞ്ഞ കടകൾ 2 ഫേമസ് ആയിട്ട് പറഞ്ഞിട്ടോ ആന്ധ്രയില്. അപ്പൊ ഇന്നിപ്പോ ബിലാൽഖാനെ കിട്ടി, നാളെ ഇസ്മായിൽ ഖാനെ കിട്ടുന്ന ഇവിടെ ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ ഇതിനകത്ത് കണ്ട സാധനം അപ്പടിയൊന്നും ഇല്ല കേട്ടോ, കുറെ സാധനം ഇല്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. एक प्लेट है ना, एक प्लेट लॉलीपॉप दे दो। क्या क्या 6 पीस वരും. हाँ ठीक है, ले क्या एक ऑर्डर सुन लीजिए. तंदूरी बिरयानी है, हाँ बारबेक्यू बिरयानी है, ओके, चिकन फ्राइड राइस है, हाँ बटर नान, मिर्च मसाला और चिकन लॉलीपॉप. ओके हाँ ओके ओके ठीक है. 15 मिनट टाइम लगेगा. लॉलीपॉप ലോലിപോപ്പ് ഹാഫ്. ഇവിടെ നമ്മളെ ഇതിനകത്ത് കണ്ടില്ല ആ സാധനങ്ങളെല്ലാം ഒന്നും ഇല്ല. ഇവിടെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ പറയും, ആ സാധനങ്ങളൊക്കെ എടുക്കാം. പക്ഷെ അന്നേരം കുറേ സാധനം ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. ബിരിയാണി 1-2 ടൈപ്പ് ഉണ്ട്. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് എത്തിയിരിക്കുകയാണ്, സ്റ്റാർട്ടർ. ഓ നല്ല ജ്യൂസിയില്ലേ കണ്ടിട്ട്. ഹൗസ് ദാറ്റ്? പുള്ളിയുടെ കൈയാണല്ലേ. അടിപൊളി, നല്ല കേട്ടോ. ചെറിയ സ്വീറ്റ് ടച്ചില്ലേ? അത്യാവശ്യം സ്വീറ്റ് ഉണ്ട് ലോലിപോപ്പ്. ആ ലോലിപോപ്പ് സ്വീറ്റ് കേട്ടോ. ബിലാലിൻ്റെ ഫുഡെല്ലാം അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഏരിയയിലൊക്കെ വരുവാണ് ബിലാൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണാണ്ട് കയറി കഴിച്ചോ. അടിപൊളി ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കണ്ടെടുത്തോളം. കഴികളേ, ഇവിടെ സവാള ഇങ്ങനെ പച്ചക്കരിഞ്ഞോണ്ട് തരുക സലാഡായിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉച്ചയോടൻ കുരു വരാന്ന് പറഞ്ഞ് വേറെ കുറച്ച് സാധനമൊക്കെ ഇട്ടല്ലേ. ഇത് ചുമ്മാ പച്ചക്കറി നാരങ്ങണ്ടാവും. സ്റ്റാർട്ടർ വന്നതിനപ്പം തന്നെ ശേഷം വന്നതിനപ്പം തന്നെ ഇത് കറിയും നമ്മൾ ഓർഡർ ചെയ്ത് ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. ബിരിയാണി പിന്നെ ഇത് ഞാൻ അവൻ്റെ ഫുഡ് വന്നിട്ടില്ലെന്നുണ്ട് വരും. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. എൻ്റെ ചിക്കൻ കറിയും ഞാനും നോക്കാൻ വേണ്ടത്.
സൂപ്പർ വെട്ടിച്ചില് ഗ്രേവി കറി. ആ എല്ലാം അടിപൊളിയാണോ? അടിപൊളിയായിട്ടുള്ള ഫുള്ള്. ബിലാൽ നോക്കി കയറിക്കോ, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടില്ല. അടിപൊളി ഫുഡും അടിപൊളി കറികളും എല്ലാം അടിപൊളി. ഇതെന്നാ ചിക്കൻ എടുത്താണ് നീ? ഇത് ബാർബിക്യൂ ബിരിയാണി. എങ്ങനെയുണ്ട്? നല്ല അതല്ലേ നല്ല ചിക്കനാ. ചിക്കൻ ടേസ്റ്റ് പോയോ? ഒരു പീസ് വിളിട്ടെ. നല്ല ചിക്കൻ ബിരിയാണിയാ. ആ അടിപൊളി കേട്ടോ, സൂപ്പർ വരുന്നു. എല്ലാം അടിപൊളി ഫുഡ്. മറ്റേ അല്ല വെടിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടെ അല്ല, പാഴ്സൽ ചെയ്തായി. നമുക്ക് രാത്രി പോയിട്ട് ഒന്നര കഴിക്കാം റൂമിൽ കയറിയുമ്പോ. ഗൈസ് അപ്പം നമ്മൾ ഓടിക്കണോ? ഞാൻ ഓടിച്ചോളാം. ബിലാലിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നേക്കുവാണ്. അടിപൊളി ഫുഡാട്ടോ, തീരെ ഫുഡ് അറിഞ്ഞിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണിയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബിലാലിലൊക്കെ ഒന്ന് ബിരിയാണി പറയുമ്പോൾ ഒരുപാട് കഴിക്കില്ലാത്തവരാണെങ്കിൽ ഓർഡർ ചെയ്യലേ വേസ്റ്റ് ആവും. ഫ്ലേവർ അത്ര അങ്ങനത്തെ ആണ്ടായിരിക്കും ചിലപ്പോൾ മട്ടി പോണല്ലേ. ചിക്കൻ കഴിക്കാം. ചിക്കൻ കഴിക്കാൻ പാടില്ലേ? ഓ ചിക്കൻ കഴിച്ചേ ഫ്രൈഡ് റൈസ് ഒരു വേറൊരു ഫ്ലേവറാലോ. അവിടുത്തെ ഫ്ലേവർ ആവുമ്പോ റൈസ് ആവുമ്പോ നമുക്ക് അതിൽ കൂടുതൽ ചിലപ്പോ കഴിച്ചേനെ. ആശിക്കൊക്കെ അടിച്ചു കയറ്റേനെ. മട്ടിപ്പോയത് ഫ്ലേവർ ആയിരുന്നോ നീ പറഞ്ഞോട്ട്? മട്ടിയില്ല. ആ ചിക്കൻ മട്ടിയില്ല. ചിക്കൻ അടിപൊളിയല്ലായിരുന്നോ? കിട്ടും. അതന്നെ ആ സെയിം അളവില് തേങ്ങാച്ചോറ് കൊണ്ടെന്ന് വെച്ചാൽ തിന്നെ ഒരുപാടുണ്ടാവല്ലോ. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ കയറുവാണ്. ലെറ്റ്സ് സീ. ഇനിയിപ്പോ റൂം എത്തിയിട്ടായിരിക്കും നോക്കട്ടെ പരിപാടി. റൂം ഇതാണ്. ഒരു റൂം, അത് തന്നെ ഗുഹ പോലത്തെ ഒരു റൂം. ഇതുണ്ട് ഇവിടെ ടോയ്ലറ്റിന്റെ പൈപ്പ് വന്നോളൂ. 4 ഇഞ്ചിന്റെ പൈപ്പൊക്കെ പോയിട്ടുണ്ട് ഇതിന്റെ അകത്തോടെ. ഇത് അമ്മന്നല്ല, വലിയ കുഴപ്പമില്ല. പിന്നെ AC അതന്നെ പൊട്ടിയാലേ പ്രശ്നമുള്ളൂ. AC സാധനമൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്തൊരു വെന്റിലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെയുള്ള വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെ ഒരു വെന്റിലേഷൻ മാത്രമേ ഉള്ളൂ. അതും സൈഡിലേക്ക് വിൻഡോ ആയിട്ടൊന്നുമില്ല. മുകളിൽ നിന്ന് ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്താണ്. ആകെ ഒരു പുറമായിട്ടുള്ള കണക്ഷൻ അതുതന്നെ ഉള്ളൂ. എന്തായാലും ഓങ്കോള് വരെയുള്ള, അതായത് ചെന്നൈയിൽ നിന്ന് ഓങ്കോള് വരെയുള്ള യാത്രയുടെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.